ഹലോ എവരിവൺ, വെൽക്കം ടു അവർ ചാനൽ അസ്നിസ് വേൾഡ് ഓഫ് സ്റ്റഡി. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കാലിഡോസ്കോപ്പിലെ മൊഡ്യൂൾ 1 ലാസ്റ്റത്തെ പോമായിട്ടുള്ള ത്രഷ് ഹോൾഡ് എന്ന് പറഞ്ഞിട്ടുള്ള പോമാണ് ബൈ ഓഷ്യൻ വോങ്. ഓഷ്യൻ വോങ് എന്ന് പറഞ്ഞൊരു അവാർഡ് വിന്നിങ് വിയറ്റ്നാമീസ് അമേരിക്കൻ പോയിറ്റാണ്. അതായത് അദ്ദേഹത്തിൻ്റെ 2 വയസ്സിൽ വിയറ്റ്നാം വാറൊക്കെ പ്രമാണിച്ചിട്ട് അദ്ദേഹത്തിൻ്റെ ഫാമിലി എന്ത് ചെയ്യുന്നു, അമേരിക്കയിലോട്ട് താമസം മാറ്റുന്നു, മൈഗ്രേറ്റ് ചെയ്യുന്നു. അത് കഴിഞ്ഞ് അവിടെ വെച്ചിട്ടാണ് അദ്ദേഹം പോയട്രിയും കാര്യങ്ങളൊക്കെ എഴുതുന്നത്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ പോയട്രിയിൽ നമുക്ക് കൾച്ചറൽ ഐഡൻറ്റിറ്റി, സെക്ഷുവാലിറ്റി, ഫാമിലി റിലേഷൻഷിപ്പ്, അതുപോലെ തന്നെ മേക്കിംഗ് സെൻസ് ഓഫ് ഡിസ്പ്ലേസ്മെൻറ്റ് ആസ് എ റിഫ്യൂജി, ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ കാണാനായിട്ട് പറ്റും. അപ്പോൾ ഇവരിപ്പോൾ താമസിക്കുന്നത് അമേരിക്കയിലെ ഒരു അപ്പാർട്ട്മെൻറ്റിലാണ്, അധികം വലിപ്പമൊന്നുമില്ലാത്ത ഒരു അപ്പാർട്ട്മെൻറ്റിലാണ് താമസിക്കുന്നത്. ആൻഡ് ത്രഷ് ഹോൾഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു പോം വന്നിട്ടുള്ളത് അദ്ദേഹത്തിൻ്റെ ഫസ്റ്റത്തെ ആന്തോളജി, അതായത് കളക്ഷൻ ഓഫ് പോയത്തിലാണ്. നൈറ്റ് സ്കൈ വിത്ത് എക്സിറ്റ് വൂൺസ് എന്നാണ് ആ കളക്ഷൻ്റെ പേര്. അത് ഇമ്പോർട്ടൻ്റ് ആണ്. ആ കളക്ഷന് തന്നെ എന്ത് ചെയ്തിട്ടുണ്ട്, അവാർഡ് കിട്ടിയിട്ടുണ്ട്. ഒരു പ്രസ്റ്റീജിയസ് വൈറ്റ്നിങ് അവാർഡും TS എലിയറ്റിൻ്റെ പ്രൈസും കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു കളക്ഷൻ പബ്ലിഷ് ചെയ്തത് 2016 ദെൻ ഈ ത്രഷ് ഹോൾഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം, അർത്ഥം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉമ്മറപ്പടി എന്നൊക്കെ പറയും. ഇറ്റ്സ് എ ന്യൂ സ്റ്റാർട്ട്, അല്ലെങ്കിൽ ടേക്ക് ടു വൺ പ്ലേസ് ടു അനദർ. അതാണ് ഉമ്മറപ്പടിയുടെ ഒരു ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മളെ ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തോട്ട് കടത്തി വിടുന്ന ആ ഒരു എൻട്രൻസിനെയാണ് നമ്മൾ ഉമ്മറപ്പടി എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ത്രഷ് ഹോൾഡ് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു കുട്ടി, അതായത് നമ്മുടെ പോയറ്റ് തന്നെയാണ്. ഐ എന്നുള്ളത് കൊണ്ടാണ് ഐഡൻറ്റിഫൈ ചെയ്യുന്നത്, അതുകൊണ്ട് ഫസ്റ്റ് പേഴ്സൺ ആണ്. അപ്പോൾ പോയറ്റ് തന്നെ എന്ത് ചെയ്യുന്നു, ഒരു വാതിലിൻ്റെ ഉള്ളിൽ കൂടെ ഒളിഞ്ഞു നോക്കുന്നതാണ്, ഒരാൾ കുളിക്കുന്നത് ഒളിഞ്ഞു നോക്കുന്നതാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഇതിന് ത്രഷ് ഹോൾഡ് എന്നുള്ള പേര് ഇട്ടിരിക്കുന്നത്. ദെൻ ഈ പോത്തിൽ ഫസ്റ്റ് പേഴ്സൺ നരേഷനാണ്. അതുപോലെ തന്നെ ഈ ഒരു ത്രഷ് ഹോൾഡ് എന്നുള്ള ടൈറ്റിൽ സ്റ്റാർക്ക് ആസ്പെക്ട്സ് ഓഫ് റിയാലിറ്റീനെ നമുക്ക് കാണിച്ചു തരുന്നുണ്ട്. പിന്നെ കപ്ലെറ്റ്സിലാണ് എഴുതിയിരിക്കുന്നത്, അതായത് കൂടുതലും നമുക്ക് കാണാൻ പറ്റുന്നത് 2 ലൈൻസ് ആയിട്ടാണ് ഇത് എഴുതിയിട്ടുള്ളത്. പിന്നെ ഇതിൽ നമുക്ക് കാണാൻ പറ്റുന്നതാണ് വോയറിസ്റ്റിക് ആറ്റിറ്റ്യൂഡ്. വോയറിസ്റ്റിക് ആറ്റിറ്റ്യൂഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാച്ചിങ് അതർ പീപ്പിൾ ടു സെക്ഷലി, അല്ലെങ്കിൽ അവരെ അങ്ങനെ നോക്കി എൻജോയ് ചെയ്യുക, അതിനൊക്കെയാണ് വോയറിസ്റ്റിക് ആറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്നത് സ്പീക്കേഴ്സ് ഫാസിനേഷൻ അറ്റ് ദി മാൻ സിംഗിങ് ഇൻ ദ ഷവർ. ഒരാൾ കുളിക്കുന്നത് ഒളിഞ്ഞു നോക്കുക എന്ന് പറഞ്ഞു, അപ്പോൾ അയാളോടുള്ള ഫാസിനേഷനൊക്കെ കാണാൻ പറ്റും. പിന്നെ ഇതിൽ ധാരാളം ഇമേജസും അതുപോലെ തന്നെ സിമ്പിൾസും മെറ്റഫേഴ്സും എല്ലാം യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഐ എന്നുള്ളതാണ് ഇവിടെ നമുക്ക് കാണാൻ പറ്റുക. അപ്പോൾ ഐ എന്നുള്ളത് എന്താണ്, സെൽഫ് റിഫ്ലക്ഷനാണ്. അതായത് പോയിറ്റ് തന്നെയാണ് ഇവിടെ കാര്യങ്ങളൊക്കെ പറയുന്നത്, പോയിറ്റ് തന്നെയാണ് അവിടെ ഉള്ളത് എന്നാണ് പറയുന്നത്. പിന്നെ ഈ ഷവറിൽ കുളിച്ചിട്ട് എന്തെങ്കിലും ഈ ഷവറിൽ കുളി കാണുന്നുണ്ട്, സീക്രട്ട്ലി ഒബ്സർവ് ചെയ്യാണ് ചെയ്യുന്നത്. അപ്പോൾ അവിടെ അയാൾ കുളിക്കുമ്പോൾ പാട്ട് പാടുന്നതൊക്കെ കാണിക്കുന്നുണ്ട്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രാൻസ്ഫോർമേഷൻ ഇൻ ഹിസ് ലൈഫ്, അത് ലൈഫിൽ വരുന്ന മാറ്റങ്ങളൊക്കെയാണ് നമുക്ക് കാണാനായിട്ട് പറ്റുന്നത്. ഇനി ഇതിൽ ഇൻറ്റൻസ് ആൻഡ് വിസറിയൽ ഇമ്പാക്റ്റ് ഓഫ് ഹിയറിങ് ദ സിംഗിങ്, അങ്ങനെയുള്ള കുറേ ഇമേജസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ നമുക്കിനി പോത്തിലോട്ട് പോവാം. ഇൻ ദ ബോഡി വെർ എവറിത്തിങ് ഹാസ് എ പ്രൈസ് ഐ വാസ് എ ബെഗർ. അപ്പോൾ പറയാണ് ബോഡിയിൽ എന്താണ്, എവറിത്തിങ് ഹാസ് എ പ്രൈസ്, അതായത് ഒരു വിലയുണ്ട് എന്നാണ് പറയുന്നത് ബോഡിക്ക്. അപ്പോൾ ഇവിടെ ഉദ്ദേശിക്കുന്നത് ബോഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാർക്കറ്റിൽ ബോഡിയോട് കമ്പയർ ചെയ്യുന്നു. അതായത് ഇവിടെ ഒരു ബോയാണ്. അപ്പോൾ ഈ ഒരു ബോയ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്യൂബർട്ടി സ്റ്റേജിലാണ്, അതായത് ജെനൈറ്റൽ ഓർഗൻസൊക്കെ എന്ത് ചെയ്യുന്നു, ഡെവലപ്പായിട്ട് വരുന്നേ ഉള്ളൂ. അപ്പോൾ എന്തെയാണ്, ഒരു ബോഡീനെ കാണുമ്പോൾ ഈ ബോഡി കണ്ടു കഴിഞ്ഞാൽ എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഇപ്പോൾ മാർക്കറ്റിൽ കൊണ്ടുവച്ച് കഴിഞ്ഞാലും ഈ ഒരു ബോഡി എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പോൾ എൻ്റെ ബോഡീനെ കമ്പയർ ചെയ്യുകയാണെങ്കിൽ, അതായത് ഈ കുട്ടി വാതിലിൻ്റെ ഉള്ളിൽ കൂടെ ഒളിഞ്ഞു നോക്കുകയാണ്. അപ്പോൾ ആ ബോഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ലൊരു പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു ബോഡിയാണ് ആ കുട്ടി കാണുന്നത്. അപ്പോൾ ആ ബോഡി കണ്ടു കഴിഞ്ഞിട്ട് കുട്ടി സ്വന്തം ശരീരത്തെ വിലയിരുത്തുന്നു. അപ്പോൾ സ്വന്തം ശരീരത്തെ വെച്ച് നോക്കുമ്പോൾ ഐ വാസ് ബെഗർ, അതായത് പ്യൂബർട്ടി സ്റ്റേജ് അല്ലേ, അപ്പോൾ ഡെവലപ്മെൻറ്റ് വരുന്നേ ഉള്ളൂ. സോ പറയാണ് ഞാനൊരു പിച്ചക്കാരന് തുല്യമാണ്. ആൻഡ് സെയിം ടൈം ഇറ്റ് ഓൾസോ ഷോസ് ദി ഇക്കോണമിക് ആൻഡ് ഫിനാൻഷ്യൽ കണ്ടീഷൻ ഓഫ് ദി ഫാമിലി. അപ്പോൾ ഈ കുട്ടി സ്വന്തം വീട്ടിൽ തന്നെയാണ് ഒളിഞ്ഞു നോക്കുന്നത്, സ്വന്തം അച്ഛനെ തന്നെയാണ് ഒളിഞ്ഞു നോക്കുന്നത്. അപ്പോൾ ഇവരുടെ ഫിനാൻഷ്യൽ സ്റ്റാറ്റസിനെയും കൂടി ഇവിടെ ഈ കുട്ടി ഇൻഡയറക്റ്റ്ലി സൂചിപ്പിക്കുന്നുണ്ട്. അതായത് വിയറ്റ്നാം റെഫ്യൂജിയാണ് അമേരിക്കയിൽ താമസിക്കുന്നത്. അപ്പോൾ എത്രത്തോളം ഡിസ്ക്രിമിനേഷനും കഷ്ടപ്പാടും ഒക്കെ ഉണ്ടാവുമെന്ന് നമുക്ക് ഊഹിക്കാം. On my knees I watched through the keyhole, not the man showering,
but the rain falling through him. അപ്പോൾ പറയാണ് ഓൺ മൈ നീസ്, അതായത് മുട്ടുകുത്തി നിന്നിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഐ വാച്ച്ഡ്, ഞാൻ കാണുന്നത്. ഇപ്പോൾ പോയിട്ട് മുട്ടുകുത്തി നിന്നിട്ടാണ് നോക്കുന്നത്. ആൻഡ് എന്താണ് കാണുന്നത്, നോട്ട് ദ മാൻ ഷവറിങ്, അവിടെ ഒരു മാൻ നിന്ന് കുളിക്കുന്നുണ്ട്, അതായത് കുളിക്കുന്നുണ്ട്. പക്ഷെ ഞാൻ അതല്ല കാണുന്നത്. പക്ഷെ ഞാൻ എന്താ കാണുന്നത്, ബട്ട് ദ റെയിൻ ഫോളിങ് ത്രൂ ഹിം, അയാളുടെ ദേഹത്ത് കൂടെ വെള്ളം വീഴുന്നതാണ് ഞാൻ കാണുന്നത്. അപ്പം അതായത് കുളിക്കുമ്പോൾ എന്ത് ചെയ്യുന്നു, കീ ഹോളിൻ്റെ ഉള്ളിലൂടെ എത്തിച്ച് നോക്കുകയാണ്. അപ്പോൾ ഈ കീ ഹോളിൻ്റെ ഉള്ളിലൂടെ ഈ കുട്ടിക്ക് ഫുള്ളായിട്ട് കാണുന്നില്ല. അപ്പോൾ കാണുന്ന ഭാഗങ്ങളാണ് ഈ കുട്ടി പറയുന്നത് ഒരാളുടെ ദേഹത്തോട്ട് വെള്ളം വീഴുന്നത്. അപ്പോൾ ആ വെള്ളം വീഴുന്നത് എങ്ങനെയാണ് ഉപമിക്കുന്നത്, അവിടെ ഒരു ലിറ്റററി ഡിവൈസസ് ആണ് വരുന്നത്. ദ റെയിൻ ഫോളിങ് ത്രൂ ഹിം, അതായത് അദ്ദേഹത്തിന് മേത്ത് മഴ വീഴുന്നത് പോലെയാണ് ഷവറിൽ നിന്ന് വെള്ളം വീഴുന്നത്. സോ ഒരു മെറ്റഫറാണ് അവിടെ ഉള്ളത്. ഗിറ്റാർ സ്ട്രിങ്സ് സ്നാപ്പിംഗ് ഓവർ ഹിസ് ഗ്ലോബ്ഡ് ഷോൾഡേഴ്സ്. അപ്പോൾ ഇയാളുടെ ദേഹത്ത് വെള്ളം വീഴുന്നത്, അപ്പോൾ ഇയാളുടെ ദേഹത്തിൻ്റെ ഏത് ഭാഗം കാണുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഷോൾഡറിൻ്റെ ഭാഗമാണ് കാണുന്നത്. ഗ്ലോബ്ഡ് ഷോൾഡേഴ്സ് എന്ന് പറഞ്ഞാൽ റൗണ്ടഡ് ഷോൾഡേഴ്സ്. അപ്പോൾ ഷോൾഡറിൻ്റെ മുകളിൽ വെള്ളം വീഴുന്നത് കാണുന്നു. ആ വെള്ളം എങ്ങനെയാണ് വീഴുന്നത്, ഗിറ്റാർ സ്ട്രിങ്സിൻ്റെ മുകളിൽ സ്നാപ്പ് ചെയ്യുന്ന പോലെയാണ് വെള്ളം വീഴുന്നതെന്നാണ് പറയുന്നത് അദ്ദേഹത്തിൻ്റെ ഷോൾഡറിൻ്റെ മുകളിലേക്ക്. അപ്പോൾ ഇവിടെ ഈ മഴ പെയ്യുന്നത് അതൊക്കെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ റിമെമ്പറിങ് ഫാദേഴ്സ് ലാൻഡ്, വിയറ്റ്നാമിൽ മഴ പെയ്യുന്നതും അങ്ങനത്തെ കാര്യങ്ങളും കൂടി ഇവിടെ എന്ത് ചെയ്യുന്നു, ഈ കുട്ടി ആലോചിച്ച് പോകുന്നുണ്ട്. അപ്പോൾ കീ ഹോളിൻ്റെ ഉള്ളിൽ കൂടെ ഈ കുട്ടി കാണുന്ന ഭാഗം എന്ന് പറയുന്നത് ആ ഒരു ഗ്ലോബ്ഡ് ഷോൾഡേഴ്സാണ്. ആൻഡ് ഇനി പറയാണ് ഹി വാസ് സിംഗിങ് വിച്ച് ഈസ് വൈ ഐ റിമെമ്പർ ഇറ്റ്. അപ്പോൾ എന്തുകൊണ്ടാണ് ഇത്രയും കാര്യങ്ങളൊക്കെ ഞാൻ ഓർത്തിരിക്കുന്നത്, അതായത് ഈ കുട്ടി പ്യൂബർട്ടി സ്റ്റേജിൽ കണ്ട ഒരു കാര്യം ഇപ്പോഴും ഓർത്തിരിക്കുന്നുണ്ട്. അപ്പോൾ എന്തുകൊണ്ടാണ് ഓർത്തിരിക്കാൻ കാരണം, ഹി വാസ് സിംഗിങ്, അയാൾ പാട്ട് പാടുന്നുണ്ടായിരുന്നു. അപ്പം അതുകൊണ്ട് ഓർത്തിരിക്കുന്നുണ്ട്, അതുകൊണ്ടാണ് ഞാൻ ഓർത്തിരിക്കുന്നത്. ഹിസ് വോയിസ് ഇറ്റ് ഫിൽഡ് മീ ടു ദ കോർ ലൈക്ക് എ സ്കെൽട്ടൻ. പറയണം അദ്ദേഹത്തിൻ്റെ വോയിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഉള്ളിലൂടെ ഒരു പ്രത്യേക തരം ഒരു ഫീലിംഗ് ഉണ്ടാക്കുകയാണ്. ഫിൽഡ് ടു മീ കോർ ലൈക്ക് എ സ്കെൽട്ടൻ, അതായത് ഇവിടെ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സംതിങ് എസെൻഷ്യൽ ഓർ സ്കെൽട്ടൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാലോ അസ്ഥികൂടം, ഒരു ഇൻറ്റേർണൽ ഫ്രെയിം വർക്ക് ഓഫ് എ ബോഡി, ഒരു അസ്ഥികൂടം എന്നുള്ള അർത്ഥത്തിലാണ്. അതായത് എനിക്ക് അവിടം വരെ എനിക്ക് ഫീൽ ചെയ്യാൻ പറ്റുന്നുണ്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ ഇവിടെ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചൊരു സെക്ഷൽ കൊണോട്ടേഷനാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അതായത് ഇറ്റ്സ് ലൈക്ക് എ മാസ്റ്റർബേഷൻ, അങ്ങനെയുള്ളൊരു കാര്യങ്ങളൊക്കെ ജസ്റ്റ് മെൻഷൻ ചെയ്യുന്നു. ദെൻ ഈവൻ മൈ നെയിം knelt down inside me asking to be spared. അപ്പോൾ ഇവിടെ ഹീ ഈസ് സ്പൈയിങ് ലൈക്ക് എ പോണോഗ്രഫി സീൻ, എന്തോ ഒരു പോണോഗ്രഫി സീൻ കാണുന്ന പോലെ ഈ കുട്ടി സ്പൈ ചെയ്യാണ്. അപ്പോൾ ഇവിടെ പറയാണ് ഞാനിങ്ങനെ മുട്ടുകുത്തി നിന്നിട്ട്, അപ്പോൾ ഇവിടെ മുട്ടുകുത്തി നിൽക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ എന്തിനാണ് ദൈവത്തിൻ്റെ മുന്നിൽ മുട്ടുകുത്തി നിൽക്കുന്നതിനും കൂടി സിംബലൈസ് ചെയ്യുന്നുണ്ട്. ആൻഡ് ആസ്കിങ് മീ ടു സ്പെയർഡ്, അപ്പോൾ എന്നോടൊന്ന് ഇത് ഒഴിവാക്കി വിടാൻ, അതായത് ഈ നോട്ടം നിർത്താനായിട്ട് ഞാൻ തന്നെ വിചാരിക്കുന്നുണ്ട്, പക്ഷേ പറ്റുന്നില്ല. ദെൻ ഹി വാസ് സിംഗിങ്. അപ്പോൾ ഇവിടെ പറയാണ് എനിക്ക് അയാളുടെ, അതായത് ആ ഒരു കുളിക്കുന്ന വ്യക്തിയുടെ പാട്ട് നല്ല പോലെ ഓർമ്മ ഉണ്ട് എന്ന് പറയാണ്. ഇറ്റ് ഓൾ ഐ റിമെമ്പർ, എനിക്ക് ആകെ കൂടി ഓർമ്മ ഉള്ളത് എന്ന് പറയാൻ വേണ്ടിയിട്ട് അത് മാത്രമേ എനിക്കുള്ളൂ. ഫോർ ഇൻ ദ ബോഡി വേർ എവറിത്തിങ് ഹാസ് എ പ്രൈസ് ഐ വാസ് എ ലൈവ്. അപ്പോൾ പറയാണ് ഫോർ ഇൻ ദ ബോഡി വേർ എവറിത്തിങ് ഹാസ് എ പ്രൈസ്. അപ്പോൾ പറയുന്നത് ഇവിടെ എന്താണ് പറയുന്നത്, ബോഡിയിൽ എന്താണ്, വേർ എവറിത്തിങ് ഹാസ് എ പ്രൈസ്. അപ്പോൾ അവിടെ പറഞ്ഞത് ഇൻ ദ ബോഡി എന്നാണ്. ഇപ്പോൾ ഇവിടെ പറയുന്നത് ഇൻ ദ ബോഡി എവറിത്തിങ് ഹാസ് എ പ്രൈസ് ഐ വാസ് എ ബെഗർ എന്നാണ് അവിടെ പറഞ്ഞിട്ടുള്ളത്. ഇപ്പോൾ ഇവിടെ പറയുന്നത് ഫോർ ഇൻ ദ ബോഡി എവറിത്തിങ് ഹാസ് എ പ്രൈസ് ഐ വാസ് എ ലൈവ്. സോ ഇവിടെ പറയുന്നത് ആ ഒരു പ്യൂബർട്ടി സ്റ്റേജിൽ നിന്ന് മാറി ഈ കുട്ടി ഒരു അഡൾട്ട്ഹുഡിലോട്ട് എത്തി എന്നാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഐ ഡിഡ്ന്റ് നോ വേർ വാസ് എ ബെറ്റർ റീസൺ. അപ്പോൾ ഇവിടെ പറയാണ് എനിക്കിനി എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് വേറെ റീസണൊന്നും അറിയില്ല. ദാറ്റ് മീൻസ് ആ ഒരു കുട്ടി വലുതായി, ഞാനിപ്പോൾ ലൈവ് എന്നാണ് പറയുന്നത്. ദാറ്റ് വൺ മോർണിംഗ് മൈ ഫാദർ വുഡ് സ്റ്റോപ്പ് എ ഡാർക്ക് കോൾഡ് പോസ്ഡ് ഇൻ downpour and listen for my clutched breath behind the door.
അപ്പോൾ ഇവിടെ ഈ ഒരു കുട്ടി പറയാണ് ദാറ്റ് വൺ മോർണിംഗ്, അതായത് അന്ന് ഒരു ദിവസം. അപ്പോൾ എങ്ങനെയാണ് ഈ കുട്ടി ഇത് നിർത്തിയത് എന്നാണ് പറഞ്ഞു തരുന്നത്. അപ്പോൾ ഒരു ദിവസം അന്ന് രാവിലെ മൈ ഫാദർ വുഡ് സ്റ്റോപ്പ്. അപ്പോൾ എൻ്റെ അച്ഛൻ എന്ത് ചെയ്യാണ്, ഷവർ ചെയ്യുന്നത്. അപ്പോൾ ഇവിടെയാണ് ഷവർ ചെയ്യുന്നത് അച്ഛനാണെന്ന് നമുക്ക് മനസ്സിലാവുന്നത്. മൈ ഫാദർ വുഡ് സ്റ്റോപ്പ് എ ഡാർക്ക് കോൾഡ് പോസ്ഡ് ഇൻ എ ഡൗൺ പുവർ. ഡൗൺ പുവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹെവി ഫോൾ ഓഫ് റെയിൻ എന്നാണ്. അപ്പം ഡാർക്ക് കോൾഡ് എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? യങ് ആൻഡ് സെക്ഷലി പൊട്ടൻറ്റ് മെയിൽ ഹോഴ്സ്, അതാണ് അർത്ഥം. അതായത് നല്ല സെക്ഷലി ആക്റ്റീവായിട്ടുള്ള ഒരു മനുഷ്യൻ, അതായത് കുതിരയെ പോലെയുള്ള മനുഷ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെക്ഷലി ആക്റ്റീവായിട്ടുള്ള ഒരാൾ. അപ്പോൾ അയാൾ എന്ത് ചെയ്യുന്നു, ഈ കുളിക്കുന്നത് നിർത്തിയിട്ട് എന്ത് ചെയ്തു, ഷവർ ചെയ്യുന്നത്. അതാണ് ഹെവി ഫോൾ ഓഫ് റെയിൻ എന്ന് പറഞ്ഞാൽ ഇവിടെ ഷവറിനെയാണ് ഉദ്ദേശിക്കുന്നത്, ഡൗൺ പുവർ എന്ന് പറയുന്നത്. അപ്പോൾ അത് നിർത്തിയിട്ട് എന്ത് ചെയ്യും, ലിസൺ ഫോർ മൈ ക്ലച്ച് ബ്രെത്ത് ബിഹൈൻഡ് ദ ഡോർ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഡോറിൻ്റെ ബാക്കിൽ ശ്വാസം അടക്കി പിടിച്ച് നിൽക്കുന്ന എന്നെ ശ്രദ്ധിക്കും. I don't know the cost of entering a song was to lose your way back. അപ്പോൾ പറയാണ് എനിക്ക് അതിൻ്റെ കോസ്റ്റ് എത്രയാണെന്നറിയില്ല. അതായത് ഇങ്ങനെ എന്നെ പിടിച്ചു, അതായത് സ്വന്തം അച്ഛൻ കുട്ടി ഇങ്ങനെ എന്നെ ഒളിഞ്ഞു നോക്കുന്നു എന്നുള്ളത് പിടിച്ചാൽ അതിൻ്റെ കോസ്റ്റ് എന്താണെന്നൊന്നും എനിക്കറിയില്ല. അതുപോലെ എന്ത് ചെയ്യുന്നു, അച്ഛൻ എന്ത് ചെയ്യുന്നു, ആ പാട്ട് പാടിയിട്ട് തന്നെയാണ് പുറത്തേക്ക് വരുന്നതും ക്യാച്ച് ചെയ്യാൻ വരുന്നതും. അപ്പോൾ വാസ് ടു ലൂസ് യുവർ വേ ബാക്ക്, അതായത് അണേബിൾ ടു റിട്ടേൺ എന്ത് ചെയ്യുന്നു, റിട്ടേൺ ടു ആ പ്രീവിയസ് സ്റ്റേറ്റ്. അതായത് ഇപ്പോൾ ഓടി വരുമ്പോൾ നമ്മളാണെങ്കിൽ എന്ത് ചെയ്യും, അയ്യോ ആൾ വരുന്നു ഓടിപ്പോവാന്നുകൊണ്ട് ഒളിച്ചിരിക്കാൻ ചെയ്യും. അപ്പോൾ ഈ പെട്ടെന്ന് ഇങ്ങനെ ചെയ്ത് അച്ഛൻ ഈ ഒരു അതായത് നേക്കഡായിട്ടാണ് കുളി കഴിഞ്ഞ് ആ ഷവർ ഓഫ് ചെയ്ത് പെട്ടെന്നാണ് വന്ന് നോക്കുന്നത്. അപ്പോൾ ഈ അൺഎബിൾ ടു മൂവ്, എനിക്ക് മൂവ് ചെയ്യാനും പറ്റുന്നില്ല. സോ ഐ ലോസ്റ്റ് ഇറ്റ് ഓൾ വിത്ത് മൈ ഐസ് വൈഡ് ഓപ്പൺ. പറയാണ് അങ്ങനെ അച്ഛൻ വരികയാണ് ചെയ്യുന്നത്. സോ ആ വരുന്ന സമയത്ത് എനിക്ക് ഓടി ഒളിക്കാനൊന്നും പറ്റുന്നില്ല. ആൻഡ് ഹിയർ നമുക്കൊരു കാര്യം കൂടിയും കാണാൻ പറ്റും, അഡൾട്ട്ഹുഡിലോട്ട് വരികയാണ്. സോ ഐ എൻഡഡ്, അതായത് ഞാൻ എന്ത് ചെയ്യുന്നു, അഡൾട്ട്ഹുഡിലോട്ട് വന്നു എന്ന് സ്പെസിഫൈ ചെയ്യുന്നു. സോ ഐ ലോസ്റ്റ് ഇറ്റ് ഓൾ വിത്ത് മൈ ഐസ് വൈഡ് ഓപ്പൺ. അപ്പോൾ ഇവിടെ പറയുന്നത് ആ ഒരു മനുഷ്യനെ ഫുള്ളായിട്ട് കണ്ടു കഴിഞ്ഞപ്പോൾ എന്താണ് തോന്നിയത്, ഐ ലോസ്റ്റ് ഇറ്റ് ഓൾ വിത്ത്, അതായത് എൻ്റെ സങ്കല്പം ഞാൻ അങ്ങനെ കുറേ സങ്കല്പിച്ച് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ ബോഡീനെ കുറിച്ചിട്ടും അതുപോലെ തന്നെ ആളെനെ കുറിച്ചിട്ടൊക്കെ, അതൊക്കെ ഒറ്റയടിക്ക് എന്താണ് ഐ ലോസ്റ്റ് എന്നാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഇൻറ്റൻസ് ബ്യൂട്ടി, അതായത് നമ്മളിങ്ങനെ ഇപ്പം ഇവിടെ പറയുന്നത് എന്താണ്, കീ ഹോളിൽ കൂടെയാണ് കുട്ടി ഇത്രയും കാലം ഫാദറിൻ്റെ ബോഡീനെ കണ്ടിരുന്നത്. അപ്പോൾ ഇറ്റ്സ് എ പെർഫെക്റ്റ് ബോഡി എന്നായിരുന്നു കുട്ടിയുടെ ഒരു വിചാരം ഉണ്ടായിരുന്നത്. ആൻഡ് അത് കഴിഞ്ഞിട്ട് എന്താണ്, ഈ ഫാദറിൻ്റെ ബോഡി ഫുള്ളായിട്ട് അണ്ടർസ്റ്റാൻഡ് ചെയ്തു. അതായത് ഈ കുട്ടി അച്ഛനെ നേക്കഡായി കണ്ടു, അറ്റ് ദ സെയിം ടൈം കുട്ടി അഡൾട്ട്ഹുഡിലോട്ട് വന്നപ്പോൾ ഈ കുട്ടിയുടെ ബോഡീനെ തന്നെ എന്ത് ചെയ്തു, അണ്ടർസ്റ്റാൻഡ് ചെയ്തു. അപ്പോൾ അഡൾട്ട്ഹുഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കംപ്ലീറ്റ് ഒരു മാൻ പോലെ. അപ്പോൾ അണ്ടർസ്റ്റാൻഡ് ചെയ്തപ്പോൾ എന്താണ് സംഭവിച്ചത്, ചേഞ്ച് ദ പെർസെപ്ഷൻ, അതായത് കാഴ്ചപ്പാട് മാറുകയാണ് ഇവിടെ പോയിട്ട് ഇത്രയും കാലം എന്തൊക്കെയോ വിചാരിച്ച് വെച്ചത് എന്താണെന്ന് ആ പോയിട്ടിന് മനസ്സിലാവുന്നത് ആളും ആ ഒരു സെയിം പ്രായത്തിലോട്ട് എത്തുമ്പോഴാണ്, അഡൾട്ട്ഹുഡിലോട്ട് എത്തുമ്പോഴാണ്. അതാണ് ഐ ലോസ്റ്റ് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് ഞാൻ ഇത്രയും കാലം വിചാരിച്ച് വെച്ച കാര്യങ്ങളൊക്കെ അങ്ങനെ നല്ല കാര്യങ്ങളെന്ന് മനസ്സിലാക്കിയത് അപ്പോഴാണ്.